നമ്മുടെ ഈ ഒരു എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ ആളുകൾ അതിനെ ഏത് രീതിയിൽ എടുക്കുമെന്ന് അറിഞ്ഞൂടാ. ഞാൻ തന്നെ പലയിടത്തും ഇതിനെക്കുറിച്ച് സംസാരിച്ചിടത്തുനിന്ന് മുഴുവനും പച്ച ചീത്തയാണ് നമുക്ക് കിട്ടുന്നത്. അതൊരു റിയാലിറ്റിയാണ്. നമുക്ക് ആ സിനിമ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്താണ്, ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ഈ ഒരു തോട്ടാണ് വരുന്നത്. ഹായ് ഓൾ, വെൽക്കം ടു ഫൈൻഡിങ് ഇക്കിഗായ്. അപ്പോൾ നമ്മുടെ അടുത്തൊരു എപ്പിസോഡിൽ കുറച്ച് റെലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് തന്നെ ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിക്കുകയായിരുന്നു. അശ്വിൻ, 2017 ഒരു ആക്ട്രസിനെ അസോൾട്ട് ചെയ്തതിൻ്റെ പേരിലുള്ള ഒരു കേസ്. അപ്പോൾ ഈ അടുത്ത് അതിൻ്റെ വിധിയൊക്കെ വന്നു. വീണ്ടും സോഷ്യൽ മീഡിയ പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിലൊക്കെ വലിയ വലിയ ചർച്ചകൾ നടക്കുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ ആ കേസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അതൊന്നുമല്ല ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ അങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഇപ്പോൾ നമ്മൾ പറയുമല്ലോ ദ ആർട്ട് ഷുഡ് ബി സെപ്പറേറ്റഡ് ഫ്രം ദ ആർട്ടിസ്റ്റ് എന്നുള്ളൊരു കാര്യം. ആർട്ട് വേറെ, ആർട്ടിസ്റ്റ് അതിലൊരു ഒരു ടൂൾ മാത്രമാണ് എന്നുള്ള കാര്യം. അപ്പോൾ അതിൽ കുറ്റാരോപിതനായിട്ടുള്ളൊരു നായക നടൻ, അദ്ദേഹത്തിൻ്റെ സിനിമകൾ ബഹിഷ്കരിക്കണം എന്നുള്ള ക്യാമ്പയിൻ ഈ 2017 തൊട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും അദ്ദേഹത്തിൻ്റെ സിനിമകൾ ബഹിഷ്കരിക്കേണ്ട കാര്യമുണ്ടോ? ഈ പറഞ്ഞ പോലെ ദി ആർട്ട് ഷുഡ് ബി സെപ്പറേറ്റഡ് ഫ്രം ദ ആർട്ടിസ്റ്റ് എന്നുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂവിലാണോ അശ്വിൻ ചിന്തിക്കുന്നത്? അത് ഞാൻ ചിന്തിക്കുന്നത് തീർച്ചയായിട്ടും വ്യത്യസ്തമായിട്ടായിരിക്കും. അപ്പോൾ എന്താ തോന്നുന്നത്? ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ ഭയങ്കര ഭയപ്പെടുന്ന ഉത്തരം ഉള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ ചിന്നു ചോദിച്ചത്. അത് ശരിയാണ്. അതായത് നമ്മൾ പറയുന്നത് എന്താണോ അതിൻ്റെ പർപ്പസിന് വളരെ വിപരീതമായിട്ടുള്ള കമൻറ്റുകൾ വരുന്ന ഒരു സമയമാണ്. ഞാൻ തന്നെ പലയിടത്തും ഇതിനെക്കുറിച്ച് സംസാരിച്ചിടത്തുനിന്ന് മുഴുവനും പച്ച ചീത്തയാണ് നമുക്ക് കിട്ടുന്നത്. അതൊരു റിയാലിറ്റിയാണ് ഞാൻ പറഞ്ഞത്. ബട്ട് സ്റ്റിൽ അത് ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ ചിന്നു ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ച് വരുന്ന ചർച്ചകളിൽ 70% ഒട്ടും സെൻസിബിൾ അല്ല. അവരിങ്ങനെ ഒരു ഭാഗം എതിർക്കാൻ വേണ്ടി മാത്രവും അതിനെ എതിർക്കാൻ മറ്റേ ഭാഗം സംസാരിക്കുന്നു എന്നുള്ള രീതിയിലാണ്. പേഴ്സണലി എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു സിനിമാമോഹിയാണ്. എന്തെങ്കിലും ആ ഫീൽഡിൽ എത്തുന്ന ഭയങ്കര ഭ്രാന്തമായിട്ട് സ്വപ്നം കണ്ട് നടക്കുന്ന ഒരാളാണ്. അപ്പം ഈ പറയുന്ന മനുഷ്യൻ മറ്റൊരുപാട് പേര് പറയുന്ന പോലെ ഒരു 90s കിഡ് എന്നുള്ള രീതിയിൽ ഞാൻ നോക്കിക്കാണുമ്പോൾ എൻ്റെ കുട്ടിക്കാലം ഒരുപാട് കളർഫുൾ ആക്കിയൊരു മനുഷ്യനാണ്. പുള്ളിയുടെ ഒരുപാട് സിനിമകൾ, അതിപ്പം പുള്ളി കാരണം മാത്രമല്ല, ആ സിനിമകളിൽ ഉണ്ടായിരുന്ന പലരും ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ല, അവർ നമ്മളെ വിട്ടു പോയി. അപ്പം അതൊക്കെ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനൊരു കേസ് സംഭവിക്കുന്നത്. അത് ഭയങ്കര അൺഫോർച്ചുനേറ്റ് ആണ്. ആദ്യം തന്നെ അത് ഞാൻ പറയട്ടെ, ഭയങ്കര എന്താ പറയുക, ഹാർട്ട് ബ്രോക്കൺ ആയിട്ടുള്ളൊരു ഇൻസിഡൻ്റാണ് അത്. അപ്പോൾ അത് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഒരുപോലെ സെൻസിബിൾ ആവേണ്ടതുണ്ട്. നമ്മളതിൽ കുറച്ചും കൂടി ഒരു സ്റ്റാൻഡ് എടുക്കുമ്പോൾ റെസ്പോൺസിബിൾ ആവേണ്ടതുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ അതേ സമയത്ത് കോടതിയിലുള്ള വിശ്വാസം എന്നെ സംബന്ധിച്ച് എനിക്ക് ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ ഇങ്ങനൊരു കേസ് വരുന്നു, ഇപ്പോൾ കേസിൻ്റെ വിധി വരുന്നു, അപ്പോൾ ഇതിപ്പം മേൽക്കോടതിയിൽ അപ്പീലുകൾ പോകുന്നു. വൺസ് ഇത് കൃത്യമായിട്ട് തെളിയിക്കപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പറയാം, അയാൾ ഇത്രയും വലിയൊരു കുറ്റം ചെയ്തു, വളരെ മോശമായിപ്പോയി. അപ്പം അതിൽ നമ്മളൊരു കാര്യം ഓർക്കേണ്ടത്, വിധി വന്ന സമയത്ത് നമുക്കറിയാം ഒരുപാട് പേര് ശിക്ഷിക്കപ്പെട്ടു, അവർക്കെതിരെ കൃത്യമായിട്ടുള്ള തെളിവുകളും കാര്യങ്ങളായിട്ട് ശിക്ഷിക്കപ്പെട്ടു. ഇത് പറയുന്ന ആൾക്കാർ പലരും ഈ ശിക്ഷിക്കപ്പെട്ട ആൾക്കാരെക്കുറിച്ചോ അല്ലെങ്കിൽ അവർക്ക് ശിക്ഷ കിട്ടിയത് നന്നായല്ലോ എന്നുള്ള കമൻറ്റുകളൊന്നും ഞാൻ കാണുന്നില്ല. ഓൾ ഐ സീ ഈസ് ദാറ്റ് ദിസ് ഹെയ്റ്റ് ക്യാമ്പയിൻ. ഇപ്പോൾ ഈയിടയ്ക്ക് ആ ഒരു സിനിമ ഇറങ്ങി. പേഴ്സണലി ഞാൻ പറയാമല്ലോ, ഞാൻ ആ സിനിമ തിയേറ്ററിൽ പോയി കണ്ട ഒരാളാണ്. അന്ന് ഞാൻ അറിയാതെ ഒരു തിയേറ്ററിൻ്റെ ഫോട്ടോ എടുത്തിട്ടു ഞാൻ. അപ്പം ഏത് സിനിമയ്ക്കാണ് പോകുന്നതെന്ന് 3-4 പേര് എൻ്റെ അടുത്ത് ചോദിച്ചു, ഈ സ്റ്റാറ്റസ് കണ്ടിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന സിനിമയ്ക്കാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതിലൊരാൾ എന്നെ പച്ചത്തെറിയാണ് അയാൾ എനിക്ക് മെസ്സേജ് അയച്ചത്. എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. വേറെ ഒരാൾ എൻ്റെ കസിനാണ്. ആളും ഈ പറഞ്ഞ മാതിരി എന്തോ ഒരു ഭയങ്കര മോശം ഒരു സ്മൈലിയാണ് അയച്ചത് ഇത് കണ്ടപ്പോൾ. അപ്പം ഞാൻ അത്ഭുതപ്പെട്ടത്, ആ സിനിമ കാണാൻ പോകുന്നൊരു വ്യക്തി സ്ത്രീലമ്പടനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സോഷ്യൽ അട്രോസിറ്റീസിൻ്റെ ഭാഗമാവാൻ താല്പര്യമുള്ള ഒരാളാണ് എന്നുള്ളൊരു റീഡിംഗ് ആണ് വരുന്നത്. ചിന്നൂന് എന്താ തോന്നുന്നത്? ചിന്നു ഒരു പെൺകുട്ടി ആയതുകൊണ്ട് മാത്രമല്ല ഞാൻ ചോദിക്കുന്നത്, ഡോണ്ട് യു സെൻസ് എ ഡേഞ്ചർ ഇൻ ദാറ്റ്? നമ്മളൊരാളുടെ ഒരു സിനിമ കാണുന്നു എന്ന് പറയുന്നതിൽ അയാളെ നമ്മൾ സപ്പോർട്ട് ചെയ്യുകയാണെന്നുള്ളൊരു റീഡിങ് അതിൽ നിന്ന് വരുന്നു എന്ന് പറയുന്നതിനെ, അല്ലെങ്കിൽ വാട്ട് ഈസ് യുവർ ടേക്ക് ഓൺ ദാറ്റ്? അല്ല, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ വീണ്ടും ആ ഒരു പോയിന്റിലാണ് എപ്പോഴും വരുന്നത്. അതായത് ഒരു സിനിമ എന്നുള്ളത്, ആ സിനിമയിൽ അയാൾ മാത്രമല്ലല്ലോ അഭിനയിക്കുന്നത്, വേറെ കോ ആക്ടേഴ്സ് ഉണ്ട്, ഡയറക്ടറുണ്ട്, അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്ററുണ്ട്, എഡിറ്ററുണ്ട്, അതിൻ്റെ ലൈറ്റ് ബോയ് തൊട്ട് എത്ര പേരാണ് കഷ്ടപ്പെടുന്നത്. അപ്പോൾ ഈ കഷ്ടപ്പെടുന്ന എല്ലാവർക്കും മനസ്സിലെന്താ ഒരു തോട്ട്, ഈ സിനിമ വിജയിക്കണം എന്നാണല്ലോ. അല്ലാതെ ആ സിനിമ പൊളിഞ്ഞു പോകണം, അല്ലെങ്കിൽ അതിൽ അഭിനയിച്ചിട്ടുള്ള നായകൻ ഇങ്ങനൊരു ഇത് നേരിടുന്നത് കൊണ്ട് ഈ സിനിമ വിജയിക്കാൻ സാധ്യതയില്ല, അതുകൊണ്ട് ഇതിൽ നമ്മൾ സഹകരിക്കേണ്ട എന്ന് വിചാരിക്കുന്നവരല്ലല്ലോ ആ സിനിമയിൽ സഹകരിക്കുന്നവർ. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ മനസ്സിൽ സിനിമ, ഇപ്പോൾ അശ്വിൻ പറഞ്ഞു ഞാനൊരു സിനിമ മോഹിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ സിനിമയിൽ എവിടെയെങ്കിലുമൊക്കെ എത്തണം, അല്ലെങ്കിൽ സിനിമയിൽ ഒരു പാർട്ടാവണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ആ സിനിമയുടെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ആ സിനിമ വിജയിക്കണം എന്ന് തന്നെയായിരിക്കും ആഗ്രഹം.
അതിന് വേണ്ടിയിട്ട് അവർക്ക് വേണമെങ്കിൽ ചിന്തിച്ചുകൂടെ, ഈ നായക നടനെ മാറ്റിക്കൂടെ, വേറെ നടനെ വെച്ചാൽ പോരെ എന്ന് ചിന്തിച്ചുകൂടെ, വേറെ നടന്മാരെ കിട്ടാനിട്ടല്ലല്ലോ. അപ്പോൾ അതിൻ്റെ അർത്ഥം ആ നായക നടന് അത്രത്തോളം മൂല്യമുണ്ട് എന്നുള്ളതാണ്. അതായത് അദ്ദേഹത്തിൻ്റെ കഴിവിനനുസരിച്ചിട്ടുള്ള ഒരു ക്യാരക്ടർ ആ സിനിമയിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ആലോചിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ സിനിമകൾ ബഹിഷ്കരിക്കണമോ വേണ്ടയോ എന്നുള്ളത് ശരിക്കും ഒരു പേഴ്സണൽ ചോയ്സാണ്. അതായത് എനിക്ക് തീരുമാനിക്കാം ഇപ്പോൾ ഞാൻ ആ സിനിമ കാണണോ വേണ്ടയോ എന്നുള്ളത്. ഇപ്പോൾ സത്യം പറയാമല്ലോ, എൻ്റെ പപ്പയ്ക്ക് ഇദ്ദേഹത്തിൻ്റെ സിനിമകൾ കാണാൻ ഒരു താല്പര്യമില്ല. അപ്പോൾ ടി വിയിലൊക്കെ വരുമ്പോൾ ഞാൻ CID മൂസ ഇഷ്ടം, അല്ലെങ്കിൽ മഴത്തുള്ളി കിൽക്കം, പറക്കും തളിക, അങ്ങനത്തെ സിനിമകളൊക്കെ ഉണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഇഷ്ടം എന്നുള്ള സിനിമയ്ക്ക് കല്യാണരാമൻ, അതൊക്കെ ഞാൻ എത്ര പ്രാവശ്യം വേണമെങ്കിലും ഇരുന്ന് കാണും. അതായത് ഇപ്പോൾ വന്നാലും ഞാൻ കാണും, എനിക്കൊരു പ്രശ്നമില്ല. പക്ഷെ അപ്പോൾ പപ്പ എന്നോട് ചോദിക്കും, ഇത് എന്തിനാണ് മോളെ നീ ഇത് സിനിമ ഇരുന്ന് കാണുന്നത്, അല്ലെങ്കിൽ മാറ്റിക്കൂടെ വേറെ ചാനലിൽ, അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, ഓക്കെ പപ്പയുടെ ഒരു പെർസെപ്ഷനിൽ അത് കറക്റ്റ് ആയിരിക്കും. ഞങ്ങൾ 4 പെൺകുട്ടികളാണ്, ഞങ്ങൾ 4 ഗേൾസാണ്. അപ്പോൾ ഓഫ് കോഴ്സ് ഇങ്ങനത്തെ ഒരു ന്യൂസ് കാണുമ്പോൾ ആ ഒരു രീതിയിൽ ഒരു ഫാദർ ഫിഗർ എന്ന രീതിയിൽ ചിന്തിക്കുമ്പോൾ അത് കറക്റ്റാണ്. അതിലൊരു 1% പോലും എനിക്ക് പപ്പയെ ചിന്തിക്കുന്നത് തെറ്റാണെന്നെങ്കിൽ പറയാൻ പറ്റില്ല. ഇനി അതൊക്കെ പോട്ടെ, ഞാനൊരു പെൺകുട്ടിയാണ്, അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുകയാണ് എനിക്ക് എൻ്റെ സിസ്റ്റേഴ്സിനോ അല്ലെങ്കിൽ എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സിനോ എൻ്റെ കസിൻസിനോ എനിക്ക് തന്നെയോ ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവുകയും ഇദ്ദേഹത്തിൻ്റെ പേരാണ് അതിനോട് ചേർന്നിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുകയും അല്ലെങ്കിൽ തെളിവുകളുണ്ടെന്ന് പറയപ്പെടുന്നു. അതിൻ്റെ തലങ്ങൾ നമ്മൾ പറയണ്ട, നമ്മൾ പല 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 ഡയമെൻഷൻ അതിൻ്റെ കേൾക്കുകയും പല ഇൻ്റർവ്യൂസ് കാണുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിന് ഇൻവോൾവ്മെൻ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതൊരു ഷോക്കിംഗ് ആയിട്ടുള്ള എലമെൻ്റാണ്. അല്ലെങ്കിൽ ആ സിനിമ നമുക്ക് കാണാൻ തോന്നില്ല. നമുക്ക് ആ സിനിമ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്താണ്, ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ഈ ഒരു തോട്ടാണ് വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് വേണമെങ്കിൽ കോർട്ടിൽ നമുക്ക് വിശ്വസിക്കുകയാണെങ്കിൽ അദ്ദേഹം ചെയ്തത് അദ്ദേഹത്തിന് വെറുതെ വിട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഇനിയിപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പിന്നെയും തുടങ്ങാനായിട്ട് പോകുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ അപ്പുറത്ത് നമ്മുടെ മനസ്സ് ഇതിനോട് എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ തന്നെ പറയുന്നത് ഒരു കോയിൻ്റെ 2 സൈഡ് പോലെയാണ്, പാരഡോക്സിക്കലായിട്ടാണ് ഞാൻ തന്നെ സംസാരിക്കുന്നത്. അതായത് ഇതൊരു പേഴ്സണൽ ചോയ്സ് ആണെന്ന് എനിക്ക് അറിയാം, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ സിനിമകൾ കാണുമ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മുടെ മനസ്സിൽ കയറിക്കൂടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നു, അല്ലെങ്കിൽ ഇത് കാണാൻ തോന്നുന്നില്ല. പുതിയൊരു സിനിമ ഇപ്പോൾ അശ്വിൻ പറഞ്ഞില്ലേ പുതിയ സിനിമ കാണാൻ പോയെന്ന്, എനിക്കങ്ങനെ പുതിയ സിനിമ ചിലപ്പോൾ കാണാൻ പോകാൻ പറ്റും തോന്നുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞു തരുന്നത്, ഇത് പാരഡോക്സിക്കലായിട്ട് എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ. പുതിയ സിനിമ എനിക്ക് കാണാൻ പോകാനായിട്ട് തോന്നുന്നില്ല. കാരണം ആഫ്റ്റർ ദാറ്റ് ഇൻസിഡൻറ്റ് നമ്മൾ എന്തിന് വൈ വി ഹാവ് ടു സപ്പോർട്ട് എന്നുള്ളൊരു തോട്ട് ഓഫ് കോഴ്സ് വരും. അതിൽ എന്നെയും കുറ്റം പറയാൻ പറ്റില്ലല്ലോ, ഇല്ല. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഒരു പേഴ്സണൽ ചോയ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ബട്ട് അറ്റ് ദ സെയിം ടൈം ഞാനൊരു മീഡിയ സ്റ്റുഡൻ്റ് ആയിരുന്ന ഒരാളെന്ന നിലയ്ക്ക്, എനിക്കൊരു മീഡിയ പേഴ്സൺ എന്ന നിലയ്ക്ക്, ഇപ്പോൾ 10 വർഷത്തോളം ഈ ഒരു ഫീൽഡിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളെന്ന നിലയ്ക്ക് ഞാൻ ഒരിക്കലും അത് ബഹിഷ്കരിക്കണം എന്നും പറയുന്നതും ശരിയാണെന്ന് ഞാൻ പറയില്ല. അങ്ങനെയല്ല, നിങ്ങളുടെ പേഴ്സണൽ ചോയ്സാണ്. ഇപ്പോൾ അശ്വിന് കാണണമെന്നുണ്ടെങ്കിൽ കാണാം, എനിക്ക് കാണണ്ടെന്നുണ്ടെങ്കിൽ കാണണ്ട. എക്സാക്ട്ലി. അത് അവിടുത്തെ പ്രശ്നം ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു ആ ഇക്വേഷനാണ് പ്രശ്നം. നമ്മളിതിനെ ഇക്വേറ്റ് ചെയ്യുന്നു എന്നുള്ളത്. അതായത് ഈ നാളെ ചിലപ്പം ഞാനൊരു തിരക്കഥാകൃത്താവുന്ന സമയത്ത് ഈ മനുഷ്യനെ വെച്ചിട്ട് ഞാൻ ചിലപ്പോൾ ഒരു സിനിമ എഴുതും. യെസ്, അവിടെ ഞാൻ ആ സിനിമയ്ക്ക് വേണ്ടി കാണുന്ന കഥാപാത്രമായിരിക്കും ഇദ്ദേഹം. അല്ലാതെ എനിക്ക് ഈ മനുഷ്യനെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടോ അല്ലെങ്കിൽ ഈ മനുഷ്യനെ ഇഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ എന്നെ എതിർത്തവർക്കുള്ള മറുപടി ആയിട്ടൊന്നും ആയിരിക്കില്ല ഞാൻ ആ സിനിമ ചെയ്യുന്നത്. പക്ഷെ അതിനെ അപ്പം ഈ മനുഷ്യന് അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്ത ആളാണ് എന്ന് എൻ്റെ ആ സിനിമയുടെ പോസ്റ്ററിൻ്റെ താഴത്ത് വന്ന് കമൻറ്റ് ചെയ്യുന്ന ഒരു ജനം ഇവിടെ ഉണ്ട്. നമ്മൾ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ അതും കൂടി പറയണം. എന്നെ ഭയപ്പെടുത്തുന്നത് അതാണ് സത്യം പറഞ്ഞാൽ. കാരണം ചിന്നു പറഞ്ഞ പോലെ എനിക്കും പെങ്ങന്മാരുണ്ട്, എൻ്റെ ഫ്രണ്ട്സിൽ ഗേൾസ് ഉണ്ട്, ചിന്നു അടക്കം. അപ്പം ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനതിൽ പ്രതികരിക്കും. അതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് എൻ്റെ വേറെ നല്ലൊരു ഫ്രണ്ടാണെന്നുണ്ടെങ്കിൽ പോലും അയാൾ ആണാണോ പെണ്ണാണോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല, അവിടെ നമ്മൾ എതിർക്കും. അത് സോഷ്യലി കമ്മിറ്റഡ് ആവുക എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ബേസിക് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റിയാണ്, വെദർ ഹീ ഓർ ഷീ ഓർ ദ തേർഡ് ജെൻഡർ, റൈറ്റ്? അപ്പോൾ അത് എനിക്ക് തോന്നുന്നു നമ്മുടെ ആ ഒരു ചർച്ച ആ രീതിയിലേക്ക്, നമ്മുടെ ചർച്ചയല്ല ഞാൻ പറയുന്നത്, സമൂഹത്തിൻ്റെ ചിന്തകളും ചർച്ചകളും ആ രീതിയിലേക്ക് പോകേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പ്രോഗ്രസീവ് സൊസൈറ്റിക്ക് ആവശ്യമുള്ളൊരു കാര്യമാണ്. കാരണം ഈ പ്രോഗ്രഷൻ എന്ന് പറയുന്നത് അഗെയിൻ റീഡിഫൈൻ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ പുറകോട്ടാണ് പോകുന്നത് പല സമയങ്ങളിലും. ഇപ്പോൾ ഈ ഒരു കാര്യത്തിൽ എൻ്റെ സ്റ്റാൻഡ്, ഇപ്പം എൻ്റെ സുഹൃത്തുക്കൾ പലരുടെയും ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കണ്ടു. അതിലിങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഈ സിനിമ കാണാൻ പോയി,
സിനിമ കാണാൻ പോയത് എൻ്റെ ആകാംക്ഷ കൊണ്ടാണ് ഞാൻ സിനിമ കാണാൻ പോയത്. പക്ഷേ മനസ്സുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലുള്ള ഒരാളെ പോലെ തന്നെ ഞാൻ വേദനയിലാണ്. ആ പെൺകുട്ടിക്ക് അങ്ങനെ സംഭവിച്ചത് ഭയങ്കര ദൗർഭാഗ്യകരമാണ്. ഞാൻ ആ പെൺകുട്ടിയുടെ ഒപ്പമാണ്, അതിജീവിതയോടൊപ്പമാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ താഴത്ത് ഇത് ഇരട്ടത്താപ്പാണെന്ന് ഒരുപാട് പേര് പറയുക. അപ്പം അതിലുള്ള ഒരു പ്രോബ്ലമാറ്റിക് അവസ്ഥയുണ്ടല്ലോ. കാരണം നമ്മൾ ഈ ഇടയ്ക്കുള്ള മറ്റ് ചർച്ചകളിലൊക്കെ നമ്മൾ സംസാരിക്കാറുള്ള പോലെ ഞാൻ ജെനുവിനാണ് എന്ന് എനിക്ക് പ്രൂവ് ചെയ്യേണ്ട ഒരവസ്ഥ. അതെ, വാക്കുകളിലൂടെ എനിക്കത് പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ എന്നിട്ട് ഇങ്ങനെ ഒരു ബഞ്ച് ഓഫ് ആളുകളെ ഞാനിങ്ങനെ നേരിടേണ്ടി വരുന്നൊരു അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര ദൗർഭാഗ്യകരമാണ്. അത് പേഴ്സണൽ ചോയ്സ് ആണ് എന്നുണ്ടെങ്കിൽ പോലും. അല്ല, അതിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ ഒരു എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ ആളുകൾ അതിനെ ഏത് രീതിയിൽ എടുക്കുമെന്ന് അറിഞ്ഞൂടാ. നമ്മളിപ്പോൾ കാരണം നമ്മൾ രണ്ട് പെർസെപ്ഷനെയും ന്യായീകരിക്കുന്നുണ്ട്, ടു ബി ഫ്രാങ്ക്. അതായത് ഇപ്പോൾ അശ്വിൻ പറഞ്ഞില്ലേ, പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി വരണം എന്നുള്ളൊരു കാര്യം പറഞ്ഞല്ലോ. അത് പറഞ്ഞപ്പോഴാണ് ഇതിനോട് ഈ ഒരു സംഭവത്തോട് ചേർത്ത് പറയാമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതായത് ഇദ്ദേഹത്തിന് ഈ 2017 ശേഷമാണല്ലോ രണ്ടാമത്തെ മകൾ ജനിക്കുന്നത്. അപ്പോൾ ആ മോൾ ഉണ്ടായ സമയത്ത് പല സോഷ്യൽ മീഡിയ പേജസിലും ഞാൻ കണ്ടിട്ടുണ്ട്, അദ്ദേഹത്തിനൊരു മോളല്ലേ ഇപ്പോൾ ഉണ്ടായത്, അപ്പോൾ മനസ്സിലാവും, ആ ഒരു വിഷമം മനസ്സിലാവും, അല്ലെങ്കിൽ ആ മോൾക്ക് വലുതാവുമ്പോൾ അങ്ങനെ വരട്ടെ അപ്പം മനസ്സിലാവും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു, ആ കുഞ്ഞ്, അത് ചെറിയൊരു കുഞ്ഞല്ലേ, അതിൻ്റെ മേലെ ഇങ്ങനെയുള്ള ആരോപണങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ പോസ്റ്റുകൾ അതിൻ്റെ ആവശ്യമില്ല. അതായത് ഒന്നും അറിയാത്തൊരു കുഞ്ഞ് ജീവിച്ച് വളരാണ്. അതായത് നമ്മുടെ ഇൻ്റർവ്യൂവും മേ ബി ആ കുട്ടിക്ക് കാണാം. അപ്പോൾ എന്തൊക്കെ കുട്ടി കാണേണ്ടി വരും. സ്കൂളിൽ പോകുന്ന കുഞ്ഞാണ്, അല്ലെങ്കിൽ ഒരു സർക്കംസ്റ്റൻസിൽ ജീവിക്കുമ്പോൾ, ഒരു നെയ്ബർഹുഡിലൊക്കെ ജീവിക്കുമ്പോൾ എന്തൊക്കെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഫാമിലിനെ മൊത്തത്തിൽ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള കൊമൻസും, അല്ലെങ്കിൽ എനിക്ക് ഈ മോളുടെ കാര്യത്തിൽ ഭയങ്കര വിഷമം തോന്നുന്നത് അതിൻ്റെ ഒരു ആവശ്യമില്ല. അവർക്ക് അവരൊരു ജീവിതത്തിൻ്റെ എന്താ പറയുക, ഒരു പുതിയ കുഞ്ഞ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോരം ഹാപ്പിനെസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആ സമയത്ത് മോളല്ലേ ഉണ്ടായത്, അപ്പോൾ പിന്നെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനോട് ചേർത്തുള്ള കൊമൻസും കാര്യങ്ങളും. അപ്പോൾ ഈ സൈബർ ബുള്ളിങ് എന്ന് പറയുന്നത് അതിനെതിരെ നമ്മുടെ ഗവൺമെൻറ് ഒന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ ചില ആക്ട്രസ്സുകളൊക്കെ കേസ് കൊടുക്കാറുണ്ട് സൈബർ ബുള്ളിങ്, അവർക്ക് ചില വരുന്ന കൊമൻറ്റിനൊക്കെ അനുസരിച്ച്. ഇപ്പോഴാണെങ്കിലോ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് പുറത്ത് വിടുന്നുണ്ട് കുറേയൊക്കെ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൊസൈറ്റി എഡ്യൂക്കേറ്റഡ് ആവും തോറും ഈ പറഞ്ഞ പോലെ പല കാര്യത്തിലും പ്രോഗ്രസീവ് ആയിട്ടുള്ള പിന്നിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കാര്യത്തിൽ നമ്മൾ നമ്മുടെ കോമൺ സെൻസെങ്കിലും കുറച്ച് യൂസ് ചെയ്യുക എന്നുള്ളതും ഉണ്ട്. ശരിയാണ്, നമുക്ക് ഈ ഒരു ഇത് ഭയങ്കര വൾണറബിൾ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഇപ്പോൾ ഈ അതിജീവിതയുടെ കുറിച്ച് നമ്മൾ സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഒരു രീതിയിലൊന്നല്ല സംസാരിക്കുക. തീർച്ചയായിട്ടും അവർക്കുള്ള ഒരു ഫുൾ സപ്പോർട്ടിലായിരിക്കും നമ്മൾ സംസാരിക്കുക. കാരണം ഈ പറഞ്ഞ പോലെ തന്നെ എനിക്ക് നാളെ ഇത് സംഭവിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? ഇപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എനിക്ക് നാളെ ഇത് സംഭവിച്ചു എന്ന് വിചാരിക്കുക, അശ്വിൻ ഇദ്ദേഹത്തിൻ്റെ സിനിമ പോയിട്ട് കാണുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഉറപ്പായിട്ടും. അല്ല, അവിടെ നമ്മൾ എടുക്കേണ്ട സ്റ്റാൻഡിനെ കുറിച്ച് സത്യം പറഞ്ഞാൽ നമുക്ക് യാതൊരു കൺഫ്യൂഷനും ഇല്ല. അതാണിപ്പോൾ നമ്മൾ രണ്ടുപേരും ഈ എപ്പിസോഡിലൂടെ പ്രേക്ഷകരോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അതാണ്, അത് ഈ ഒരാൾ മാത്രമല്ല, ഈ ഒരു സിറ്റുവേഷനിൽ പെടുന്ന ഏതൊരു പെൺകുട്ടിയും അതിജീവിതയാണ്. ആ അതിജീവിതയ്ക്ക് ജീവിക്കാനുള്ള ഒരു നിലം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും റെസ്പോൺസിബിലിറ്റിയാണ്. അതുപോലെ തന്നെ ഈ സെലക്റ്റീവ് റിട്ടൻഷൻ അല്ലെങ്കിൽ ഒരു സെലക്റ്റീവ് റെസ്പോൺസ് എന്ന് പറയുന്ന പ്രവണതയ്ക്കെതിരെയും നമ്മൾ സംസാരിക്കേണ്ടതുണ്ട്. കാരണം ഞാൻ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാം, ഇദ്ദേഹത്തിൻ്റെ സിനിമകൾ ബഹിഷ്കരിക്കണം എന്ന് പറയുന്ന ആൾക്കാരിൽ ഒരുപാട് പേര് വേറെ ഒരു സംഗീത ലോകത്ത് നിൽക്കുന്ന വളരെ പ്രമുഖനായിട്ടുള്ള ഒരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുമാണ്. അതും ഇതും കൂട്ടിക്കുഴയ്ക്കാൻ പറ്റില്ല, അത് കേസ് വേറെയാണ് എന്ന് പറയുന്നു. ഇതേ കേസ് അദ്ദേഹത്തിനെതിരെയും വന്നിട്ടുണ്ട്, നമ്മൾ ആലോചിക്കണം. അപ്പം നമ്മളാരും പക്ഷേ ആ കൂട്ടത്തിൽപ്പെട്ട ആൾക്കാരല്ല. നമുക്ക് സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ, അത് തീർച്ചയായിട്ടും അതിജീവിതയുടെ ഒപ്പം തന്നെയാണ്. പക്ഷെ അതേ സമയത്ത് ഈ പറഞ്ഞ പോലെ നിരപരാധി ആണെങ്കിൽ അദ്ദേഹത്തിന് ജീവിക്കാനുള്ള ഒരു റൈറ്റ് ഉണ്ട്. അതേ സമയത്ത് മേൽക്കോടതിയിൽ എത്തുന്ന സമയത്ത് ഇത് കൃത്യമായിട്ടുള്ള തെളിവുകളോടെ പുറത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, അതായത് എനിക്ക് തോന്നുന്നു അശ്വിൻ പറയുന്ന ഒരു കാര്യം, അദ്ദേഹത്തിന് ശിക്ഷിച്ചാൽ കൂടെ ഈ സിനിമ കാണുന്നതിൽ തെറ്റില്ല എന്നാണോ പറയുന്നത്? അങ്ങനെ അതില്ല. അതാ ഞാൻ പറഞ്ഞത്, അത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പേഴ്സണൽ ചോയ്സ് അല്ലേ, പേഴ്സണൽ ചോയ്സ് ആണ്. അല്ലേ? അതാണ് ഞാൻ ഒരു കാര്യം കൂടെ ഞാനത് വീണ്ടും ഒന്ന് ക്ലാരിഫൈ ചെയ്ത് തരാം. എന്നോട് ഇത് പറഞ്ഞ ആൾക്കാർ, ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സിനിമ ബഹിഷ്കരിക്കണമെന്ന് ഭയങ്കര ശക്തിയുക്തം ബാധിച്ച ആൾക്കാർ, അവരിൽ പലരും അടുത്ത മൊമെൻറ്റിൽ ഇദ്ദേഹത്തിനെക്കാളും വളരെ സീനിയർ ആയിട്ടുള്ള ആക്ടേഴ്സ് പലരും ഇതിനേക്കാൾ മോശമായിട്ട് ഇതേ ആരോപണം നേരിട്ടിട്ടുള്ള ആൾക്കാരുടെ കോമഡി സീനുകൾ കണ്ടിട്ട് ചിരിക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, അവരവരുടെ വീട്ടിൽ ഇരുന്നിട്ട് അത് കാണുന്നുണ്ട്, അത് ചിരിക്കുന്നുണ്ട്. മാർജിനലൈസ് ചെയ്ത് വെക്കുക എന്നുള്ളതില്ല. അത് ചില ആൾക്കാരുടെ കാര്യത്തിൽ മാത്രമാണോ ഈ ബഹിഷ്കരണം എന്നുള്ള ഒരു തോട്ട് വരെ എനിക്ക് വരാറുണ്ട്. ചിലപ്പോൾ അതിൻ്റെ പുറകിൽ പൊളിറ്റിക്സ് ഒന്നും ഉണ്ടായിരിക്കില്ല, എൻ്റെ തോന്നലായിരിക്കാം. പക്ഷേ ഞാൻ പറയുന്നത് അത് പേഴ്സണൽ ചോയ്സ് ആണെന്നിരിക്കെ ഒരാൾ തീർച്ചയായിട്ടും ഒരു ക്രിമിനലാണ് എന്ന് മുദ്ര കുത്തി അദ്ദേഹത്തിനെതിരെ കേസ് തെളിഞ്ഞു കഴിഞ്ഞാൽ
അത് പിന്നെ ബഹിഷ്കരിക്കുന്നതിൽ തെറ്റില്ല എന്നേ ഞാൻ പറയുള്ളൂ. കാരണം അവിടെ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയല്ല. ആസ് എ ഹ്യൂമൻ അദ്ദേഹം ക്രെഡിബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഹൗ ക്യാൻ വി സപ്പോർട്ട് ഹിം ആസ് ആൻ ആർട്ടിസ്റ്റ് എന്നുള്ളത് ചോദ്യം തന്നെയാണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഈ ഒരു വിഷയത്തിൽ ഗ്രൂപ്പ് സൈക്കോളജി ഭയങ്കരമായിട്ട് കയറി വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ ഞാനിപ്പോൾ ഒരു കാര്യം പറയുന്നു, അപ്പോൾ അത് കറക്റ്റാണല്ലോ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ ഒരു ക്യാമ്പയിൻ ചെയ്യാം, അങ്ങനെ ഒരു സൈക്കോളജി ഫാക്ടറും കൂടി ഉണ്ടല്ലോ ഇതിൽ. കാരണം ഇത് ഭയങ്കര അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ഇഷ്യൂ കൂടിയാണ്. അല്ല, ഇതിപ്പോൾ നമ്മൾ പറഞ്ഞാൽ പോലും എത്രത്തോളം നമ്മൾ പറയുന്ന സെൻസിൽ പ്രേക്ഷകർ എടുക്കും എന്നുള്ളത് നമുക്കറിയില്ല. അപ്പം ഞാനാണെങ്കിലും ചിന്നു ആണെങ്കിലും ചിലപ്പം ക്രൂശിക്കപ്പെട്ടേക്കും. പക്ഷേ സ്റ്റിൽ വി ആർ സോ സോറി ടു സേ ദാറ്റ് ഇത് നമ്മൾ ചർച്ച ചെയ്യണം. ഞങ്ങൾക്കും എന്താ പറയുക, ബീയിങ് സോഷ്യലി റെസ്പോൺസിബിൾ സിറ്റിസൻസ് ഇതിനെക്കുറിച്ച് ഞങ്ങളുടെയും ഒരു പെർസെപ്ഷൻ സംസാരിക്കണം എന്ന് തോന്നിയതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ നിങ്ങളുടെ മുന്നിൽ വന്നത്. അതെ, അപ്പോൾ ഇപ്പം നമ്മൾ നമ്മുടെ പെർസെപ്ഷൻ പറഞ്ഞു എങ്കിൽ കൂടെ അതിലും നമ്മൾ പറയാതെ പറയുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അങ്ങനെ പെട്ടെന്ന് ഇത് ബഹിഷ്കരിക്കണമോ കാണാണ്ടിരിക്കണമോ, അല്ലെങ്കിൽ അതിൽ ശരി എന്താണ് തെറ്റെന്താണ്, അങ്ങനെ ഇത് പറയാൻ പറ്റില്ല. ഇതിന് നമുക്ക് ഇട കീറി പരിശോധിച്ച് പറയേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഈ എപ്പിസോഡിൽ മൊത്തം നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിൽ തന്നെയും വീണ്ടും പറയാണ്, ഇപ്പോൾ ഇങ്ങനെ ഒരു കുറ്റാരോപിതനായിട്ടുള്ളൊരു നടൻ്റെ സിനിമ ഇറങ്ങുമ്പോൾ അത് കാണണമോ വേണ്ടയോ, അല്ലെങ്കിൽ അദ്ദേഹം ചെയ്തു വെച്ച പഴയ സിനിമകൾ കാണണമോ വേണ്ടയോ എന്നുള്ളതൊക്കെ നമ്മുടെ പേഴ്സണൽ ചോയ്സാണ്. നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ നമുക്ക് ആ കോടതി വിധി വന്ന ദിവസം നമ്മുടെയൊക്കെ മനസ്സിൽ പലതരത്തിലുള്ള കാര്യങ്ങളാണ് മാഞ്ഞു മറിഞ്ഞു പോയിട്ടുള്ളത്. അതായത് 2017 തൊട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഈ അതിജീവിത എന്ന് പറയുന്ന ഈ പെൺകുട്ടി കടന്നു പോയിട്ടുള്ള 2017 തൊട്ട് കടന്നു പോയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ടെന്ന് വെച്ചാൽ നമ്മൾ കാണുന്ന കാര്യങ്ങൾ നമുക്കറിയാം. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാനേ തോന്നുള്ളൂ. പക്ഷെ ഞങ്ങൾ ജസ്റ്റ് ഇത് വീണ്ടും പറയാണ്, ആർട്ടും ആർട്ടിസ്റ്റും അവരെ രണ്ടുപേരും നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കാണേണ്ടത് ഏത് തരത്തിലാണ് എന്നുള്ളൊരു കാര്യം മാത്രമേ നമ്മളിവിടെ പറഞ്ഞു വെച്ചിട്ടുള്ളൂ. അത് നിങ്ങളുടെ ചോയ്സാണ്. അതായത് ഇപ്പോൾ എൻ്റെ ചോയ്സ് ഡിഫറെൻ്റ് ആണ്, അശ്വിൻ്റെ ചോയ്സ് ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്കാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സിനിമ കാണാൻ പോകണമെന്ന് വലിയ താല്പര്യമില്ല, പക്ഷെ അതിൽ തന്നെ ശരിയുണ്ടോ തെറ്റുന്നുണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷനും ഉണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറയണത്, ഓരോരുത്തർക്കും ഓരോ പേഴ്സണൽ ചോയ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് വിട്ടുതരാണ്. കമൻറ്റ് ബോക്സിൽ ഞങ്ങളെ കുറേയൊന്നും ചീത്തയൊന്നും പറയരുത്. ഞങ്ങൾ ജസ്റ്റ് ഈ ഒരു ടോപ്പിക്കിനെ, ഈ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ളൊരു ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടത്, അത് നമ്മൾ അവരൊരു മെറ്റീരിയലായിട്ട് കണ്ടാൽ പോരെ, അല്ലെങ്കിൽ ഒരു ടൂളായിട്ട് കാണേണ്ട ആവശ്യമില്ലേ ഉള്ളൂ എന്നുള്ള ഒരു തോട്ട് നമ്മൾ ജസ്റ്റ് ഷെയർ ചെയ്തു എന്ന് മാത്രം. നിങ്ങൾക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ തോട്ട്സും പെർസെപ്ഷൻസൊക്കെ ഷെയർ ചെയ്യാനായിട്ടുള്ള ഒരു റൈറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇതിന് നിങ്ങൾ പ്രതികരിക്കുന്നതിനോടനുസരിച്ച് നമുക്ക് മറ്റൊരു എപ്പിസോഡ് വേണമെങ്കിൽ ഫോളോ അപ്പ് ആയിട്ട് ചെയ്യാം എന്നുള്ളത് മാത്രം. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഞങ്ങളെ ഇത്ര നേരം കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നല്ലൊരു ടോപ്പിക്കായിട്ട് വരാം. നിങ്ങൾക്ക് മനസ്സിലിഷ്ടമുള്ള ടോപ്പിക്സൊക്കെ നമുക്ക് കമൻറ്റ് ബോക്സിൽ എഴുതാം, അല്ലെങ്കിൽ റീൽസിൻ്റെ താഴെയൊക്കെ എഴുതുകയാണെങ്കിൽ നമ്മൾ ആ ഒരു ടോപ്പിക്കൊക്കെ എടുത്തിട്ട് ഷെയർ ചെയ്യാനും സംസാരിക്കാനൊക്കെ ശ്രമിക്കാമെന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.